കന്നിക്കിരീടം ലക്ഷ്യമിട്ടാണ് സെപ്റ്റംബർ 30 തുടങ്ങുന്ന വനിതാ ലോകകപ്പിലേക്ക് ഇന്ത്യൻ സംഘം എത്തുന്നത്. 2020 ലോകകപ്പിന് ശേഷം ഹർമൻപ്രീത് കൗറിന്റെ കീഴിൽ ഏകദിന പരമ്പരകളിൽ കാഴ്ചവെച്ചത് മിന്നും പ്രകടനം. 6 ഏകദിന പരമ്പരയും 1 ത്രിരാഷ്ട്ര പരമ്പരയുമാണ് ഇന്ത്യ കളിച്ചത്. ത്രിരാഷ്ട്ര പരമ്പരയും 4 പരമ്പരയും ഇന്ത്യ സ്വന്തമാക്കിയപ്പോൾ ആകെ 2 പരമ്പരകൾ മാത്രമാണ് ഇന്ത്യക്ക് നഷ്ടമായത്. ഏറ്റവും അവസാനമായി ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യൻ പെൺപടയ്ക്ക് പരമ്പര നഷ്ടമായത് നിർഭാഗ്യം കൊണ്ട് മാത്രം. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ നിരാശപ്പെടുത്തിയ പ്രകടനമായിരുന്നെങ്കിൽ രണ്ടാം ഏകദിനത്തിൽ വമ്പൻ തിരിച്ചുവരവ്. ഓസീസ് വനിതാ ടീമിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തോൽവി. നിലവിലെ ജേതാക്കൾ ഇന്ത്യക്ക് മുന്നിൽ തലകുണിച്ചു മടങ്ങിയത് 102 റൺസിന്. പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്ക് മുന്നിൽ റൺമല തീർത്തെങ്കിൽ അതേ നാണയത്തിൽ ഇന്ത്യ മറുപടി നൽകി. 413 ബാറ്റ് ചെയ്തിയ ഇന്ത്യ 43 റൺസിനകലെ പൊരുതി വീണു. ഇന്ത്യയുടെ പ്രതീക്ഷകൾ ഓപ്പണിംഗിൽ എത്തുന്ന ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാനയിലാണ്. വെടിക്കെട്ട് പ്രകടനമാണ് സ്മൃതി ഇന്ത്യക്കായി കാഴ്ചവെക്കുന്നത്. ICC റാങ്കിങ്ങിൽ ഒന്നാമതായി തിരിച്ചെത്തിയ സ്മൃതി ഓസീസിനെതിരെ 138 സ്ട്രൈക്ക് റേറ്റിൽ അടിച്ചെടുത്തത് 300 റൺസ്. പരമ്പരയിൽ നേടിയത് 2 സെഞ്ചുറിയും 1 അർദ്ധ സെഞ്ചുറിയുമാണ്. പരമ്പരയിലെ താരവുമായി സ്മൃതി. ഷഫാലിക്ക് പകരം സ്മൃതിക്കൊപ്പം ഓപ്പണിംഗിലെത്തുന്ന പ്രതിക റാവലും ഇന്ത്യക്ക് പ്രതീക്ഷയേകുന്നു. പകരക്കാരിയായി എത്തി ഇന്ത്യയുടെ വിശ്വസ്ത ഓപ്പണറായി മാറാൻ പ്രതികയ്ക്ക് അനായാസം സാധിച്ചു. ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിൽ ദീപ്തി ശർമ്മയ്ക്കും റിച്ച ഘോഷിനും ക്യാപ്റ്റൻ ഹർമൻപ്രീത്തിനും ഫോം കണ്ടെത്താൻ സാധിച്ചത് ഇന്ത്യക്ക് ആശ്വാസം. ജമീമയും ഹാർലിനും ഫോം കണ്ടെത്തിയാൽ ഇന്ത്യൻ ബാറ്റിംഗ് നിര കരുത്തുറ്റതാകും. ബൗളിംഗിലെ പിഴവാണ് കഴിഞ്ഞ പരമ്പര ഇന്ത്യക്ക് നഷ്ടമാക്കിയത്. രേണുക സിംഗ്, അരുന്ധതി റെഡ്ഡി, ക്രാന്തി ഗൌഡ്, സ്നേഹ് റാണ, രാധാ യാദവ് ഒപ്പം ശ്രീചരണിയും മികച്ച രീതിയിൽ പന്തെറിഞ്ഞാൽ ഒന്നുറപ്പ്. ഇന്ത്യക്ക് കന്നിക്കിരീടം സ്വന്തമാക്കാം.